നിങ്ങൾ നാമം ചൊല്ലാനിരിക്കുന്ന സമയത്താവും നിങ്ങളുടെ ഏതൊക്കെയോ ജന്മങ്ങളിൽ പരിചയപ്പെട്ടവരൊക്കെ ഓർക്കുക. അപ്പോൾ അവരുടെ ഫേസ് ഓർമ്മ വരും, ഇവരുടെ ഫേസ് ഓർമ്മ വരും. അവരെയൊക്കെ ഞാൻ ഓർത്തിരിക്കുന്നുണ്ടോ എന്ന്. പിന്നെ അവരുടെ കൂടെ കുറച്ച് പോകുമ്പോഴേക്കും ഇവിടെ സർവ്വപ്രഹൃണായവും നാമം കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ധ്രുവന്റെ സ്തുതിയിൽ ധ്രുവൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുന്ന ആദ്യത്തെ മന്ത്രം ഇത് നമ്മൾ എങ്ങനെയെങ്കിലും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും വേണം. ഭഗവാൻ ഇങ്ങോട്ട് വരും എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെപ്പോഴാണ് വരുന്നത്? ഇനി നമ്മൾ കാണുന്ന ഒരു ഭാഗം ധ്രുവചരിതമാണ്. ഇപ്പം ഇവിടെ ധ്രുവചരിതം എന്ന് പറയുമ്പോൾ നേരത്തെ സ്വയംഭൂമനുവിൻ്റെ കഥ പറഞ്ഞപ്പോൾ 5 മക്കളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ 3 പെൺകുട്ടികൾ. അതാണ് നേരത്തെ ദേവഹൂതിയുടെ കഥ പറഞ്ഞു. അമ്മ കപിലൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളൊക്കെ കണ്ടു നമ്മൾ. രണ്ടാമത്തത് പ്രസൂതി ദേവി, ആകൂതി ദേവി. ആകൂതിയിലാണ് നരനാരായണ ഋഷിയൊക്കെ ഉണ്ടാകുന്നത്. ആ കഥകൾ ഏകാദശത്തിൽ പറയുന്നതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ പിന്നീട് 2 ആൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ആൺമക്കളിൽ മൂത്തവനായിരുന്നു ഉത്താനപാദ മഹാരാജ. ഈ ഉത്താനപാദ മഹാരാജാവ് 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. ആദ്യത്തെ കല്യാണം സുനീതി എന്ന് പറയുന്ന പെൺകുട്ടിയായിട്ടും 2 സുരുചി എന്ന് പറയുന്ന കുട്ടി. ഈ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ അത്ര കഥയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകില്ല. സുനീതിയിലുണ്ടായ പുത്രനാണ് ധ്രുവൻ. സുരുചിയിലുണ്ടായ പുത്രനാണ് ഉത്തമൻ. അങ്ങനെ കാലം മുന്നോട്ട് പോയി. സുനീതിയെ സംബന്ധിച്ച് എന്തോ ചിലർക്കൊക്കെ ഉണ്ടല്ലോ, ജന്മഭാഗ്യമായിരിക്കാം, ചെറുപ്പത്തിലെ അവരനുഷ്ഠാനത്തിൽ അങ്ങനെ ജീവിതം കൃത്യമായി കൊണ്ട് നടക്കും. അതെന്തോ ഒരു സുഹൃതം പോലെ അവരുടെ ജീവിതത്തിൽ അതിൻ്റെ വ്യത്യസ്തതയും കാണാൻ പറ്റും. സുനീതി അങ്ങനെ ഒരു അനുഷ്ഠാനത്തിലൂന്നി ജീവിതം കൊണ്ടു നടന്ന ഒരാളായിരുന്നു. ഒരു വളരെ കൃത്യതയിൽ ജീവിതം കൊണ്ടു നടന്നു. അവർ കൂടുതൽ അവരുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിലും ശാക്തീകരിക്കുന്നതിലും സമയം കണ്ടെത്തി. എന്നാൽ സുരുചി മുഴുവൻ കൊനുട്ടുബുദ്ധിയായിരുന്നു. ഈ മൊബൈലിൽ തോണ്ടി എപ്പോഴാണ് എൻ്റെ മകന് രാജ്യം കിട്ടുക, എന്നിട്ട് വേണം എനിക്ക് അടിച്ചു പൊളിക്കാൻ, എന്നിട്ട് വേണം എനിക്ക് മകൻ്റെ കൂടെ രാജമാതാവിൻ്റെ പദവിയിലിരുന്ന് കറങ്ങി ജീവിക്കാൻ. കിട്ടാവുന്ന ഭൗതിക സുഖത്തിൻ്റെ, ലൗകിക സുഖത്തിൻ്റെ ആ സ്വപ്ന ഭൂമിയിലായിരുന്നു ആര്? സുരുചി. അതുകൊണ്ട് അവരെന്ത് വെച്ചാൽ രാജാവിൽ നിന്ന് തൻ്റെ പുത്രൻ്റെ രാജ്യം കിട്ടാൻ രാജാവിന് സുരുചി എന്നുള്ള പേര്, നല്ല രുചിയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പൊ രാജാവിനെ ഭക്ഷണം കൊണ്ട് മയക്കിയെടുക്കുന്നതിൽ വിജയം കൈവരിച്ച സ്ത്രീയായിരുന്നു ആര്? സുരുചി. അപ്പൊ കാലം കൊണ്ട് സുരുചിയോടായി രാജാവിന് ഇഷ്ടം. നല്ല ഭക്ഷണം കിട്ടും, പിന്നെ കൊഞ്ചി വർത്തമാനം പറയും. രാജാവിൻ്റെ പുറത്ത് കൊതുകടിച്ചാൽ ചൊറിഞ്ഞു കൊടുക്കും. ചൊറിയുന്നവരെയാണല്ലോ കുറച്ചും കൂടി ഇഷ്ടപ്പെടുക. സുനീതിയാണെങ്കിൽ പറയും, രാജാവ് ഇതൊക്കെ മനസ്സിൻ്റെ പ്രശ്നമാണ്, മനസ്സ് നേരെയാക്കണം എന്നൊക്കെ പറഞ്ഞ് രാജാവിനെ ഉപദേശിക്കും. ചിലവർക്കാണെങ്കിൽ അതൊന്നും അത്ര ഇഷ്ടപ്പെടില്ല. ഈ ഉപദേശം ആർക്കും വേണ്ട, എല്ലാവർക്കും വേണ്ട ചൊറിഞ്ഞു കൊടുക്കുന്നവരെയാണ്. ഇപ്പൊ രാജാവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയായി? സുനീതിയല്ല, സുരുചിയായി. അങ്ങനെ സുരുചി രാജാവിനെ അങ്ങനെ പ്രീണിപ്പിച്ചും പ്രലോഭിപ്പിച്ചും അങ്ങനെ പ്രോത്സാഹിപ്പിച്ചൊക്കെ ഹൃദയം എടുത്തു. ക്രമേണ തൻ്റെ പുത്രൻ, രണ്ടാമനാണ്, മൂത്തവനാണ് രാജാധികാരം, രാജപദവി അനുസരിച്ച് പോവേണ്ടത്. പക്ഷെ രാജാവിലുള്ള സ്വാധീനം കൊണ്ട് സുരുചി അത് തൻ്റെ പുത്രനിലേക്ക് സ്വയം അങ്ങോട്ട് തീരുമാനിച്ചു. സുനീതിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ ഇത്തിരി സുരുചിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ സുനീതിയെ സംബന്ധിച്ച് അതൊരു പ്രതിഷേധമായിട്ടല്ല കണ്ടത്. തന്നെ രാജാവ് അവഗണിക്കുന്നു. സുരുചിയാണെങ്കിൽ തന്നെക്കുറിച്ച് ധാരാളം വേദമന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വേദമന്ത്രം നല്ല, ഇതിന് തലയണ മന്ത്രം എന്നാ പറയാ. ആർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? രാജാവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ രാജാവിന് തന്നോടൊരു രുചിയില്ല, ഏറ്റവും കൂടുതൽ രുചി സുരുചിയോടാണ്. അപ്പൊ അതുകൊണ്ട് സുനീതി സ്വയം തീരുമാനിച്ചു, ഇതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം കൂടുതൽ സമയം എനിക്ക് ഇത്തരം കാര്യത്തിൽ എനിക്ക് ഇടപെടാൻ സാധിക്കും. സത്യത്തിലുണ്ടല്ലോ, ഇന്ന് കുറേ പേര്, നിങ്ങളൊക്കെ പ്രായമായി വരുന്ന, കൂടുതലൊക്കെ സീനിയർ സിറ്റിസൺ ആണ് പറയാനുള്ളത്,
നമ്മൾ ഒറ്റപ്പെടുന്നത് ഒരിക്കലും ഒറ്റയ്ക്കാവാനാവരുത്. ഒറ്റപ്പെടും നമ്മൾ. എല്ലാവരിലും ഒരു ഒറ്റപ്പെടലുണ്ട്. പക്ഷെ അത് ഒറ്റപ്പെടാനാവരുത്. അത് കൂടുതൽ കരുത്തുള്ളത് ആവാനായിരിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കൂടുതൽ കൂടുതൽ ആരോട് അടുപ്പിക്കണം? അതാണ് എന്തൊരു സൗഭാഗ്യം എന്നറിയോ. നിങ്ങൾക്ക് ഈ ജീവിതം ആസ്വദിക്കാൻ ഒരു ബുദ്ധി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്നതിനേക്കാൾ ആനന്ദം വേറെ ഇല്ല. ഒരു മൊബൈലും തോണ്ടാതെ, ഒന്നും തോണ്ടാതെ തന്നെ. കാരണം നിങ്ങൾക്ക് ഇതിലൊരു രുചി വേണം, ഇതിലൊരു ആനന്ദം കണ്ടെത്തണം. ജപിക്കുന്നതിലൊരാനന്ദം, വായിക്കുന്നതിലൊരാനന്ദം, എഴുതുന്നതിലൊരാനന്ദം, ശ്ലോകങ്ങളും കീർത്തനങ്ങളും പറയുന്നതിലൊരു ആനന്ദം. അങ്ങനെ സമയം പോലും കടന്നു പോകുന്ന അറിയില്ല. സത്യത്തിൽ ജീവിതം ആനന്ദമാണ്. ജീവിതം ഒരു രസമാണ്. ജീവിതം ഒരിക്കലും ബോറിംഗ് അല്ല. ഈ ബോറിംഗ് എന്ന് പറയുന്നതൊക്കെ അവരവരുടെ വാസനയിൽ മാത്രം സുഖം കാണുന്നവരാണ്. ഷോപ്പിങ്ങിന് പോകണു, വായും പൊളിച്ച് അവിടെയും കൂടെയൊക്കെ നോക്കണു, കുറെ വായിൽ നോക്കികളായിട്ട് ജീവിതം തീർക്കുകയാണ്. കുറെ അതും ഇതൊക്കെ കണ്ടതൊക്കെ വാങ്ങി കഴിക്കണു. ഇതിലാണ് അവരുടെയൊക്കെ ആനന്ദം എന്ന് പറയുന്നത്. കാരണം അതിലെ മനസ്സ് കുറച്ചു നേരം മുഴുകുന്നുള്ളൂ. എന്നാൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലായി, മനസ്സിനെ നമ്മൾ നാമജപത്തിലേക്ക് ലയിപ്പിക്കാൻ, മനസ്സിനെ നിങ്ങൾക്ക് ഈ ഒരു വാസനയിലേക്ക് ലയിപ്പിക്കാൻ, ഇതിനൊരു രുചി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇതിലൊരു ആനന്ദം കിട്ടിയിട്ടുണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾക്ക് മറ്റൊന്നിൽ ഒരു ആനന്ദം നിങ്ങൾക്ക് മനസ്സിലാവും അതിലല്ല ആനന്ദം എന്ന്. നിങ്ങൾ പിന്നെ ഒറ്റപ്പെടലില്ല. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളെപ്പോഴും ആക്റ്റീവാണ്. നിങ്ങൾ വളരെ അലേർട്ടാണ്. നിങ്ങൾ വളരെ ഇൻട്രാക്റ്റീവാണ്. നിങ്ങൾ വളരെ ഇൻട്രോസ്പെക്റ്റീവാണ്. നിങ്ങൾ വളരെ മെൻ്റലി വളരെ വേറൊരു ലോകത്തിലാണ്. നിങ്ങളുടെ ഒരു സ്പിരിച്വൽ റിലംബിലാണ്. നിങ്ങളൊരു ഹൈലി ഇലവേറ്റഡ് ഒരു അവസ്ഥയിലാണ്. കാരണം നിങ്ങളുടെ മൈൻഡ് അത്രയും എന്തൂസിയാസ്റ്റിക് ആണ്, വളരെ ഇൻസ്പയർഡ് ആണ്, വളരെ മോട്ടിവേറ്റഡ് ആണ്, വളരെ നിങ്ങൾക്കൊരു ജാഗ്രത വരും. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ, ഇത് നമ്മുടെ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ, അതാണ് സുകൃതം എന്ന് പറയുന്നത്, ഭാഗ്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത് ഇപ്പോഴേ നമ്മൾ ചെറുപ്പത്തിലേ ഡെവലപ്പ് ചെയ്താൽ ആർക്കും നമ്മളെ ഒറ്റപ്പെടുത്താൻ പറയൂ സാധ്യമല്ല. നിങ്ങൾ ഒറ്റയ്ക്കല്ല. അതിങ്ങനെ ഉറപ്പിക്കണം, ഞാൻ ഒറ്റയ്ക്കല്ല. എന്നെ ഒറ്റപ്പെടുത്താൻ ഒരാൾക്കും എത്ര പേർക്ക് അത് ബോധ്യം വന്നിട്ടുണ്ട്, എന്നെ ഒറ്റപ്പെടുത്താൻ. പിന്നെ നിങ്ങൾക്ക് എവിടെ ലോൺലിനെസ് ഉണ്ടാവുക, പിന്നെ എവിടെ ബോറിംഗ് ഉണ്ടാവുക? സത്യത്തിൽ എൻ്റെ ഡിക്ഷണറിയിലൊന്നും ബോറിംഗ് എന്നുള്ള ശബ്ദമില്ല, സത്യത്തിലില്ല. മനസ്സിലായില്ലേ? കാരണം അത്ര ഒരു രസമാണ്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ, കഴിയുന്നതും പുറത്തേക്കൊക്കെ പോകുമ്പോൾ, ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും ആനന്ദമാണ്. കാരണം കൂടുതൽ ഇപ്പോഴും ആ സമയത്താണ് വല്ലതും റെഫർ ചെയ്യാൻ പറ്റുമോ നോക്കുക, വല്ലതും നമ്മൾ ഗീതയിൽ പഠിക്കാത്ത കാര്യങ്ങൾ പഠിക്കാൻ വല്ലതും ഉണ്ടോ നോക്കുക. എന്തൊരു രസമാണ്. സമയം കടന്നു പോകുന്ന അറിയില്ല. അപ്പൊ പെട്ടെന്ന് സമയം ഇങ്ങനെ ഇപ്പൊ നോക്കൂ, നമ്മൾ 2 ദിവസം കഴിഞ്ഞ സപ്താഹം എത്ര ഫ്ലൈ ചെയ്യല്ല, സമയം ഓടുകയാണ് സമയം. അപ്പൊ ഇങ്ങനെ ജീവിതത്തെ ആസ്വദിക്കണമെങ്കിൽ മനസ്സിനെ നല്ല കാര്യത്തിൽ മുഴുകിപ്പിക്കാൻ, അതിൽ ഉറപ്പിക്കാൻ, അതിൽ ലയിപ്പിക്കാൻ നമ്മൾ നിരന്തരം പരിശീലിക്കണം. അതാണ് തുടക്കത്തിലൊക്കെ ഇത്തിരി ഉണ്ടല്ലോ, നാമം ജപിച്ച് മനസ്സിനെ അങ്ങനെ അരച്ചരച്ച് നാമത്തിലേക്ക് ചേർക്കണം. ഇവിടെ കളഭം ഒക്കെ ഉണ്ടാക്കുന്ന കണ്ടില്ലേ? അതിപ്പോഴും കൈകൊണ്ട് അരച്ച് ആ മുട്ടി ഇങ്ങോട്ട് തേഞ്ഞ് കിട്ടാൻ കുറച്ചൊരു പാടാണ്. ഇതുപോലെ ഇതിലൊരു ആനന്ദം കിട്ടാൻ നമ്മൾ മനസ്സിനെ കുറച്ചു നേരം ഈ അനുഷ്ഠാനങ്ങളിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്ന് ശീലിച്ചു പിന്നെ ഭാഗവതത്തിലേക്കും പിന്നെ ഏതിലേക്കും കൊണ്ടുപോകാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. സുനീതി അങ്ങനെ ട്രെയിൻഡ് ആളായിരുന്നു. അതുകൊണ്ട് രാജാവിന് തന്നിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് കണ്ടപ്പോൾ സുനീതിക്ക് കൂടുതലൊരു സൗഭാഗ്യമായി തോന്നി. രാജാവിന് എന്നിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ എനിക്ക് അത്രയും സമയം ഇത്തരം കാര്യങ്ങളിൽ ഇൻട്രസ്റ്റോടുകൂടി ജീവിക്കാൻ അതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ആര് കണ്ടത്? സുനീതി കണ്ടത്. ഇത് വളരെ അടിവരയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവർ അവഗണിക്കുമ്പോൾ തളരേണ്ടവരല്ല. മറ്റുള്ളവരെ അവഗണിക്കുമ്പോൾ മനസ്സിലാക്കണം, ഭഗവാനെ പരിഗണിക്കാനുള്ളൊരു ഭാഗ്യമാണ് മറ്റുള്ളവരെന്നെ അവഗണിക്കുന്നത്. അപ്പോൾ
ഒരു ഭാഗത്ത് അവഗണിക്കപ്പെടുമ്പോൾ വേറൊരു ഭാഗത്ത് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യണം? ഇൻവോൾവ് ചെയ്യണം. ഇന്നിപ്പോൾ അങ്ങനെയുള്ള വീടുകളിലൊക്കെ ഒരു അവഗണന വരുമ്പോൾ വേറൊരുത്തന്നെ പോയി തോണ്ടാൻ തുടങ്ങും. അപ്പോഴാണ് കുടുംബകലഹങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ ആരിൽ തോണ്ടണം? ഇവിടെ ആരിൽ മുഴുകണം? ഭഗവാന്റെ കാര്യത്തിൽ. അങ്ങനെ സുനീതി തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി അങ്ങനെ കൊണ്ടുപോയി. കാലം മുന്നോട്ട് പോയി. ഒരിക്കല് കൊട്ടാരത്തിൽ സുനീതി പോവാറില്ലെങ്കിലും ഒരിക്കൽ ധ്രുവൻ ചെല്ലുമ്പോൾ അവിടെ അച്ഛൻ്റെ മടിയിലിരിക്കുന്നു ഉത്തമൻ. അപ്പൊ ഇത് കണ്ടപ്പോ കുട്ടിയല്ലേ, ധ്രുവനും തോന്നി അച്ഛൻ്റെ മടിയിലൊന്നിരിക്കാന്ന്. ആ അച്ഛൻ്റെ മടിയിലേക്ക് ഇരിക്കാൻ വേണ്ടി ധ്രുവൻ ചാടുന്നതും, അച്ഛൻ ഒരു പരബ്രഹ്മം, പ്രത്യേക വികാരമൊന്നുമില്ലാത്തൊരു ജീവി അങ്ങനെ ഇരിക്കുന്നുണ്ട്. കാരണം സുരുചി അങ്ങനെയാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത്. വരച്ച വരയിൽ ഈ ആനയെ പിടിച്ച് നിർത്തിയതുപോലെയാണ്. ആ തോട്ടി ചാരി വെച്ചാൽ പിന്നെ ആന അധികം അത് ഇളകില്ല. ആ തോട്ടിയുടെ ബലത്തിലാണ് അത് നിൽക്കുന്നത്, അല്ലേ? ഇതുപോലെ സുരുചി ഒരു തോട്ടി ചാരി വെച്ചിരിക്കുകയാണ്. ആരെ മേല്? ആനയുടെ മേലല്ല, രാജാവിന്റെ മേല്. അതുകൊണ്ട് വരച്ച വരയുന്ന ആ മനുഷ്യൻ മാറില്ല. അങ്ങനെ ഒരു ഭൂതം പോലെ അയാൾ അവിടെ ഇരിക്കുന്നു. ധ്രുവൻ മടിയിലേക്ക് കയറാൻ നോക്കുന്നു. സുരുചി അത് അട്ടഹസിച്ച് വരുന്നു, ഓടി വരുന്നു. ആ കുട്ടിയെ വലിച്ചെടുത്ത് മാറ്റി. നിനക്ക് അവിടെ ഇരിക്കാൻ എന്താടാ അധികാരം? നിനക്കെന്താ അതിന് അർഹത? നീ ആരാണടാ? നീ അന്യ സ്ത്രീ സംഭവം. നിന്റെ അച്ഛൻ ഉപേക്ഷിച്ചവളല്ലേ നിന്റെ അമ്മ? അവളുടെ പുത്രന് ഈ രാജ്യം ഭരിക്കാൻ എന്താ അർഹത? അതെന്റെ മകൻ ഇരിക്കാനുള്ള സ്ഥലമാണ്. എൻ്റെ മകനാണ് അതിന് യോഗ്യത. ആ മടി മാത്രല്ല, ആ സിംഹാസനം. എന്നിട്ട് പറഞ്ഞു, നിനക്ക് അങ്ങനെ ഒരു മോഹം വല്ലതുണ്ടെങ്കിൽ പോയി മരിച്ച് എൻ്റെ വയറ്റിൽ എൻ്റെ കുട്ടിയിട്ട് വരണം. ഇതാ കൊച്ചു കുട്ടിയുടെ മുഖത്ത് നോക്കി പറയാൻ ലജ്ജയില്ലാത്ത സ്ത്രീയായിരുന്നു ആര്? സുരുചി. ആ കുട്ടിയുടെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞതും കുട്ടി ഇങ്ങനെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടോന്നും. അച്ഛനാണെങ്കിൽ തോട്ടി വെച്ച് സാധനല്ലേ, ഒരിളക്കുമില്ല, ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്തോ കേട്ട ഭാവം. കാരണം അങ്ങോട്ട് ഡെയിലി കേട്ടുകൊണ്ടിരിക്കുകയാണതേ. അങ്ങോർക്ക് ഇതിൽ പ്രത്യേകിച്ച് വികാരമൊന്നും തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആ കുട്ടി അവിടുന്ന് ആ മനോവേദനയും കൊണ്ട് ഓടുന്നു, ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുന്നു. പൊട്ടി പൊട്ടി കരഞ്ഞ് അമ്മ കുറെ തലയൊക്കെ തലോടി. കുട്ടി ചെറിയ കുട്ടികളല്ലേ, കുറുമ്പ്, വികൃതി, അടി ഇടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം കുട്ടിയോട് ചോദിക്കാൻ എന്തിനാണെന്ന്. അപ്പോഴേക്കും കൊട്ടാരത്തിലെ തോഴിമാര് വന്ന് കാര്യങ്ങൾ പറഞ്ഞു. സുരുചി അത്രയും വേദനിപ്പിക്കുന്ന വാക്കുകളാണ് ഈ കുട്ടിയോട് പറഞ്ഞത്. പ്രതീക്ഷിക്കാത്ത വാക്കുകൾ, മർമ്മത്തിൽ കൊള്ളുന്ന, ഹൃദയത്തിൽ തറയ്ക്കുന്ന വാക്കുകളാണ്. ഇതൊക്കെയാണ് സുരുചി പറഞ്ഞതെന്ന് ഒരുപക്ഷെ തൃശ്ശൂരിലുള്ള ഒരാളാണ് കേൾക്കുന്നതെങ്കിൽ, ഒരു മലയാളിയാണ് കേൾക്കുന്നതെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവുക? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഗവൺമെന്റ് പോലത്തെ ഒരു ഗവൺമെന്റും പിന്നെ അവിടെ എന്താ സംഭവിക്കുക ഞാൻ പറയേണ്ട കാര്യമുണ്ടല്ലോ. അപ്പം പ്രതികാരവുമായിട്ട് ഉണ്ടാവില്ലയോ? എന്താവുന്നും മിണ്ടാത്ത നിങ്ങൾ ചൂലെടുക്കുമല്ലയോ? അങ്ങനെ തൻ്റെ മകനെ വെറുതെ വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുന്ന ഒരു സ്ത്രീയോട് അവളൊരു രണ്ട് ചോദിച്ചിട്ട് കാര്യം ചോദിക്കുമല്ലാരും. നിങ്ങളിൽ എത്ര പേര് ചോദിക്കും? അവിടെ കൈപൊക്കണ്ട ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ. സ്വഭാവം പുറത്തു വരും. അതിപ്പോ എത്ര നാമം ചൊല്ലിയാലും അട്ടയെ പിടിച്ച് മെത്തേ കടത്തിയാലും ചിലപ്പോൾ അതിൻ്റെ സ്വഭാവം കാണിക്കും. അപ്പൊ ഇവിടെ ആ കുട്ടി പൊട്ടിക്കരഞ്ഞതൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ അവിടെയാണ് ആ സുനീതിയുടെ അനുഷ്ഠാനത്തിന്റെ ശക്തി. ആ ടെമ്പർ കംപ്ലീറ്റ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. തൻ്റെ മകൻ കടന്നു പോകുന്ന ഒരു വേദന, തന്നെയും തൻ്റെ പുത്രനെയും ഇൻസൾട്ട് ചെയ്യുന്ന, അച്ഛൻ്റെ മുന്നിലത്തെ അവഹേളിക്കുന്ന, വളരെ നിന്ദ്യമായ വാക്കുകൾ പറഞ്ഞ ആ സമയത്ത് സുനീതി കുട്ടിയുടെ തലയിൽ കൈവച്ചുകൊണ്ട്, അതുവരെ ആശ്വസിപ്പിക്കുകയായിരുന്നു, കൈവച്ചുകൊണ്ട് പറയുന്ന വരികൾ 8-ാം അധ്യായത്തിൽ പഠിക്കേണ്ടതുണ്ട്. കുട്ടിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, ആതിഷ്ഠതത്താദ വിമത്സരത്വം ഉക്തം സമത്രാഭിയത വെളീകം ആരാധയാദുക്ഷജപാദപത്മം യദീച്ഛസേ അധ്യാസനം ഉത്തമോ യഥാ. എന്താ ഉണ്ണി? ആതിഷ്ഠതത്താദ, ഉണ്ണി
തളരാനല്ല ഭൂമിയിൽ വന്നത്. ജീവിതം കൈവിടാനല്ല വന്നത്. ലോകം കൈവിട്ടാലും ഈശ്വരനെ കൈവിടരുത്. ഈ വാക്ക് മറക്കരുത് നിങ്ങൾ. ദ വേൾഡ് മേ ലീവ് യു ബട്ട് യു ഷുഡ് നോട്ട് ലീവ് ഭഗവാൻ. ലോകം നമ്മളെ കൈവിട്ടാലും പറയൂ, ഈ ഗുരുവായൂരമ്പലത്തിലൊക്കെ വരുന്ന എല്ലാ ഭക്തന്മാരും ഈ ഒരു പ്രതിജ്ഞ ചെയ്തു പോയാൽ തന്നെ എത്ര നല്ലതാണ്. ലോകം എന്നെ കൈവിടാം, ബന്ധങ്ങൾ എന്നെ കൈവിടാം, സമ്പത്ത് എന്നെ കൈവിടാം, പക്ഷെ ഞാൻ ഒരിക്കലും ആരെ കൈവിടില്ല. ഇത് പറയാൻ ധൈര്യമുള്ളവർ എത്ര പേരുണ്ട്? എത്ര പേർക്ക് ഉള്ളിൽ തട്ടി ഇത് പറയാനുള്ളൊരു കരുത്തുണ്ട്? ഇതാണ് അമ്മക്കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വേൾഡ് മേ ലീവ് യു ബട്ട് യു ഷുഡ് നോട്ട് ലീവ് ഗോഡ്. ഭഗവാൻ, ആത്മബന്ധുവായ ഭഗവാനെ വിടരുത്. ആത്മസ്വരൂപനായ ഭഗവാനെ പറയണ ആദിഷ്ടതത്താതെ. ഞാൻ വായിക്കുന്നത് 4-ാം സ്കന്ധത്തിലെ 8-ാം അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകം. ആദിഷ്ടതത്താത വിമത്സരത്വം ഉക്തം സമത്രാവിയത വെളീകം ആരാധയാദോക്ഷജപാദപത്മം യദീച്ഛസേ അധ്യാസനം ഉത്തമോ യഥാ. ഉത്തമൻ അവിടെ ഇരിക്കുന്ന അർഹത നേടിയത്. നീ വിചാരിക്കണ്ട ഉണ്ണി, നിനക്കതൊന്നും കിട്ടില്ല എന്നുള്ളത്. നമുക്കും ഇതെല്ലാം ഭഗവാൻ എത്തിച്ചു തരും. ഭഗവാൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല. ഭഗവാൻ കൈവിടാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ആ ഭഗവാനെ മുറുകെ പിടിക്കണം. ഒരു ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം രാമകൃഷ്ണ പരമഹംസർ പറയും, കുരങ്ങന്റെ കുഞ്ഞും കുരങ്ങനും പോലെയാണെന്നാണ്. അതായത് കുരങ്ങന്റെ കുഞ്ഞ് കുരങ്ങനെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് ഇങ്ങനെ വയറിൽ മുറുക്കി പിടിച്ച് അങ്ങനെ ഇരിക്കും. കുരങ്ങനെ എങ്ങോട്ടൊക്കെ ചാടിയാലും ആ കുട്ടി, നിങ്ങൾ വൃന്ദാവനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കാട്ടുപ്രദേശങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ കുരങ്ങന്റെ കുട്ടി ഇങ്ങനെ തൂങ്ങിക്കിടക്കണം കാണാം. കുരങ്ങനാണെങ്കിൽ ഇങ്ങനെ സാധനം തൂങ്ങിയിട്ടുണ്ട് എന്നുള്ള ബോധം പോലും ഉണ്ടാവില്ല. അതതിൻ്റെ തനി സ്വഭാവം. ഒരു കൊമ്പെന്ന് മറ്റൊരു കൊമ്പിലേക്കും അവിടേക്കൊക്കെ ചാടിയാലും ആ കുട്ടി ഇന്ന് വരെ വീണ ചരിത്രമില്ല. ഇതുപോലെ നമ്മൾ ഒരു തൂക്കം ആരില് ഭഗവാനില്. അങ്ങനെ തൂക്കുമ്പോൾ ഭഗവാൻ ഒന്ന് കുടഞ്ഞു നോക്കുന്നതാണ്. അതിൽ മിക്കവാറും ഭക്തന്മാർ വീണു പോവും. കാരണം ഭഗവാൻ തരുന്ന ചില പരീക്ഷണങ്ങളൊക്കെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ അത്ര എളുപ്പമൊന്നല്ല. ഭഗവാൻ ഇന്ന് ചില പരീക്ഷണങ്ങളിലൂടെയൊക്കെ അങ്ങോട്ട്, കടുത്ത പരീക്ഷണങ്ങളിലൂടെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി കളയും. കാരണം ഭഗവാൻ നോക്കും, വീഴുവോ ഭക്തൻ. ഈ വീഴില്ല എന്ന് ഉറപ്പ് വന്നാൽ പിന്നെ ഭഗവാൻ ഓക്കെ, സർട്ടിഫൈഡ്, ISI പ്രൂഫ്ഡ്, ഏറ്റവും നല്ല ആരാണ്? ഭക്തോത്തമനായി മാറിയതാണ്. പക്ഷെ അങ്ങനെ വിടാതെ പിടിക്കാനുള്ള ഒരു മെന്റൽ സ്ട്രെങ്ത് വരണമെങ്കിൽ അതിന് കുറച്ച് പണിയെടുക്കണം, മെനക്കെടണം. അല്ലാതെ ഒന്നും അത് വരില്ല. പറയാൻ സ്റ്റേജിൽ നല്ലോണം പറയാം, വിടരുത് എന്ന്, മനസ്സിലായില്ലേ? പക്ഷേ എന്തെങ്കിലും നഷ്ടങ്ങളും കഷ്ടങ്ങളും കോട്ടങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ആ സമയത്ത് അയ്യോ എന്നേ വിളി വരുള്ളൂ. ഗുരുവായൂരപ്പ എന്നുള്ള വിളി വരുമോ? വല്ല വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പ ഭഗവാനെ എന്നൊക്കെ വരുമോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങള്? വരുമോ? പ്രസവ വാർഡിൽ പോയി നോക്കിയാൽ മതി. ഞാൻ ഈ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടേഴ്സൊക്കെ നമ്മൾ ഇതിനൊക്കെ വരുമ്പോൾ അവരോട് ചോദിക്കും, നിങ്ങളൊക്കെ ഈ പ്രസവം എടുക്കുന്നവരല്ലേ? എത്രയോ ഭക്തന്മാരൊക്കെ പ്രസവിക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ഭക്തൻ ഗുരുവായൂരപ്പാ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് പ്രസവിച്ചവരുണ്ടോ എന്ന്? അപ്പൊ അവര് പറയും, ഞങ്ങളാണ് അങ്ങനെ പറയാറ് സ്വാമി, കാരണം ഇതൊന്ന് പ്രസവിച്ച് കിട്ടണ്ടേ. ഇതൊന്ന് പ്രസവിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറയും, എന്താ ഗുരുവായൂരപ്പ ഇതൊന്ന് പ്രസവിച്ചാൽ നന്നായിരുന്നു. ആ പ്രസവ വേദന വന്നപ്പോ പോട്ടെ, അവരെ കാര്യം വിടും. നിങ്ങൾ എത്ര പേര് ഗുരുവായൂരപ്പ വിളിച്ചിട്ടുണ്ട് പ്രസവ വേദന സമയത്ത്? സത്യമാണോ പറയുന്നത്? അത് വാർഡിലേക്ക് കയറുന്നതിന് മുമ്പ് ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടാവും. ശരിക്കും വേദന വരുന്ന സമയത്ത് ഗുരുവായൂരപ്പ എന്നൊക്കെ വരണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണോ?
എന്താ മിണ്ടാത്തത്? എളുപ്പമാണോ? എളുപ്പമാണോ? ബുദ്ധിമുട്ടാണോ എളുപ്പമാണോ? അല്ല, ഞാൻ പ്രസവിച്ചില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, ഒരു അനുഭവമുള്ളവർക്കല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? നമുക്ക് പ്രസംഗിക്കാനേ പറ്റുള്ളൂ, പ്രസവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ അങ്ങനെ എളുപ്പമല്ലത്. ചിലവർക്ക് പ്രാക്ടീസ് കൊണ്ട് സാധിക്കും. ഇവിടെ ആ കുട്ടിയോട് പറയാണ്, നീ ആര് കൈവിട്ടാലും ആരെ കൈവിടരുത്. ഇത് നമ്മൾ ഓർത്തു വെച്ചോളാം. ആര് കൈവിട്ടാലും ഭഗവാനെ നമ്മൾ ഒരിക്കലും കൈവിടരുത്. ഇത് കേട്ടില്ലേ കുട്ടി? ഭഗവാനെ ഞാൻ മുറുകെ പിടിച്ചാലല്ലേ കൈവിടാതിരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴും അപ്പിടുത്തം കിട്ടിയില്ല. ഇപ്പൊ കുട്ടിക്കൊരു ബോധം വന്നു. ഭഗവാനെ മുറുകെ പിടിച്ചാൽ ഭഗവാൻ ഉന്നതികളിലേക്ക് എത്തിക്കും, ഭഗവാൻ അനുഗ്രഹിക്കും. ലോകത്തിന്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കണം. എന്നെ ഉയർത്താൻ ആർക്ക് സാധിക്കും? ഭഗവാന് സാധിക്കും. പിന്നെ കുട്ടി അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. എന്നാൽ ഭഗവാനെ ഒന്ന് ശരിക്കും കാണണം, മുറുകെ പിടിക്കണം. എവിടെ എന്താ ഒന്നും അറിയില്ല, ഇറങ്ങി പുറപ്പെട്ടു എന്നാണ്. അങ്ങനെ വഴിയിൽ വെച്ചതാണ്. നല്ലതിനൊക്കെ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ വഴി കാണിക്കാൻ ആരെങ്കിലും ഉണ്ടാവും. ഭഗവാൻ അവതരിക്കുമോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധാരണ മനസ്സിലാക്കിയത് 10 അവതാരങ്ങളേ ഉള്ളൂ എന്നാണ്. ഭാഗവതത്തിൽ 10 അവതാരങ്ങളല്ല ഉള്ളത്. ഭാഗവതത്തിൽ പറയുന്നത് പ്രഥമസ്കന്ധം 3ാം അധ്യായം 26ാം ശ്ലോകം, 1ാം സ്കന്ധം 3ാം അധ്യായം 26ാം ശ്ലോകത്തില് പറയുന്നത്, അവതാരാഹി അസംഖ്യേയ ഹരേ സത്വനിധേ ദ്വിജ യഥാവിദാസന കുല്യ സരസസ്യോ സഹസ്രശ. എന്താ പറയുന്നത്? അവതാരാഹി അസംഖ്യം. ഭഗവാന്റെ അവതാരങ്ങൾ അസംഖ്യമാണ്. എപ്രകാരമാണോ ഒരു സാഗരത്തിലേക്ക് ചെറിയ ചെറിയ നദികളും തോടുകളും ചെറിയ അരുവികളൊക്കെ വന്ന് ചേരുന്നത്, ഇതുപോലെയാണ് ഭഗവാന്റെ പലവിധത്തിലുള്ള അവതാരങ്ങൾ എന്നാണ്. ഈ അവതാരം എന്ന് പറയുന്ന ആ കാഴ്ചപ്പാട് നമുക്കെല്ലാവർക്കും നല്ല ബോധം ഉണ്ടാവണം. ഈ ധ്രുവന്റെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ, അങ്ങ് ഇറങ്ങി പുറപ്പെടുമ്പോൾ വഴി കാണിക്കാൻ നാരദരെത്തുന്ന പോലെ നമുക്ക് ഇന്ന് ഈ സൗകര്യങ്ങളിലൊക്കെ മുന്നോട്ടിറങ്ങാൻ നിങ്ങൾ തയ്യാറായാൽ ധാരാളം വഴികാട്ടികൾ. അതിൻ്റെ ഏറ്റവും നല്ല ഉത്തമ ഉദാഹരണമാണ് ഇന്ന് യൂട്യൂബ് ദൈവങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബ് അവതാരങ്ങളൊക്കെ. ഏറ്റവും കൂടുതൽ യൂട്യൂബിലൂടെ നമുക്ക് എന്തും പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഭാഗവതം പഠിക്കാൻ യൂട്യൂബിലുണ്ട്, രാമായണം വായിക്കാൻ യൂട്യൂബിലുണ്ട്, ഗീത വായിക്കാൻ പറയൂ. യൂട്യൂബിൽ എന്താ ഇന്നിപ്പോൾ ഇല്ലാത്തത് എന്നുള്ളതാണ്. പണ്ടൊക്കെ ആളുകൾ എന്താണ്, ട്യൂബിലൂടെയാണ് ലാസ്റ്റ് ഭക്ഷണം കഴിക്കുക. ഇന്നിപ്പോൾ ട്യൂബിലൂടെയാണ് മനുഷ്യൻ മനസ്സിനെ നന്നാക്കുന്നത്. കാലം മാറിപ്പോയി എന്ന് പറയാണ്. ഈ തരത്തിൽ മനുഷ്യന് ഇന്ന് ഭാഗ്യങ്ങളും അവസരങ്ങളും അനുഗ്രഹങ്ങളും ധാരാളം ഉണ്ട്. ധ്രുവന്റെ ജീവിതത്തിൽ അതാ കടന്നു വരുന്നു നാരദ മഹർഷി. നാരദ മഹർഷി, ഞാൻ ആ വിഷയം കംപ്ലീറ്റ് ചെയ്യാം. അതായത് നമ്മൾ അവതാരങ്ങളിൽ മനുഷ്യന്റെ സ്ഥാനം എന്താണ്? ഞാൻ ആ വിഷയം പറഞ്ഞപ്പോഴാണ് ഇതിലേക്ക് വന്നത്. അപ്പൊ നിങ്ങൾ ഭാഗവതത്തിന്റെ പ്രഥമ സ്കന്ധം എടുക്കുക, അതിൽ 3ാം അധ്യായത്തിൽ 26ാം ശ്ലോകം എടുക്കുക. ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മളൊക്കെ ഒരു നിസ്സഹായ അവസ്ഥയുള്ളവരാണെന്ന എവിടെയോ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇൻഫീരിയർ കോംപ്ലക്സിലാണ് നമ്മൾ എവിടെ പോകുന്നത്? ആണോ അല്ലേ? ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ? ആണോ? എന്നാൽ നിങ്ങൾക്ക് ഭാഗവതം പഠിക്കുമ്പോഴാണ് മനസ്സിലാവുക നമ്മുടെ പൊസിഷൻ എവിടെയാണ് വാസ്തവത്തിൽ. നിങ്ങൾ നോക്കൂ, 3ാം അധ്യായത്തിൽ പ്രഥമ സ്കന്ധത്തിൽ 3ാം അധ്യായത്തിൽ 26ാം ശ്ലോകത്തിൽ പറയും, അവതാരാഹി അസംഖ്യേയ ഹരേ സത്വനിധേ ദ്വിജ യഥാവിദാസന കുല്യ സരസസ്യു സഹസ്രശ. അടുത്ത വരി പറയുന്ന വരികൾ നോക്കൂ. മനവോ ഋഷയോ ദേവ മനുപുത്ര മഹോജസ ഏതേച്ച അംശകല. കാണുന്നുണ്ടോ? സപ്രജാപതയസ്തത. പിന്നെന്താണ് അടുത്ത വരി? എന്താണ്?
ഉറക്കെ ചൊല്ലു. ഏതേച്ച അംശകല കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകെ വിളയന്തി ചര. ഇങ്ങനെയാണ് പോവാണ്. അപ്പൊ ഇവിടെ 3 തരം അവതാരങ്ങളെ കുറിച്ച് പറയാം. കൃഷ്ണസ്തു ഭഗവാൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ പൂർണ്ണാവതാരം ആണ്. ആരാണ്? അതായത് പൂർണ്ണചന്ദ്രനെ മനസ്സിലോർക്ക്. ആരാണ്? പൂർണ്ണചന്ദ്രൻ. ഇനി ചില അവതാരങ്ങളൊക്കെ അംശ അവതാരങ്ങളാണ്. അപ്പൊ ചന്ദ്രന്റെ ചെറിയൊരു അംശം. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ അംശം എന്തായി? കലയായി. ഏതേം ച അംശകല. അംശമാണ് ചിലത് കലാവതാരങ്ങളാണ്, പിന്നെ പൂർണ്ണമാണ്. അപ്പോ അംശം, കല, പൂർണ്ണം എന്ന് പറയൂ. അംശം, കല, പൂർണ്ണം. അംശം എന്ന് പറഞ്ഞാൽ അർത്ഥം ശ്രദ്ധിക്കുക. എന്താണ് ഈ ചന്ദ്രനെ എടുക്കാൻ കാരണം വെച്ചാല് ചന്ദ്രന്റെ ബിംബത്തിൽ ഗോളത്തില് സൂര്യൻ പൂർണ്ണമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് എന്തായി മാറുന്നത്? നമ്മളിപ്പോ പൗർണമി എന്ന് പറയുന്നത് എന്താണ്? സൂര്യന്റെ വെളിച്ചം പൂർണ്ണമായി ചന്ദ്രനിൽ പൂർണ്ണമായി പതിയുമ്പോഴാണ് നമുക്ക് പൂർണിമ കാണാൻ പറ്റുന്നത്. എന്നാൽ പിന്നീട് ചന്ദ്രന്റെ ഗോളം കറങ്ങുന്നതിനനുസരിച്ച് ആ ഒരു പൂർണ്ണത കുറഞ്ഞ് കലയായി, പിന്നത് ചെറിയൊരു ചന്ദ്ര പൊട്ടുമായി മാറി. ആണോ? ചന്ദ്രന് അങ്ങനെ ഒരു ഫുൾ കറക്കാൻ ഒരു ദിവസം ചന്ദ്രന്റെ ഒരു പകലാണ്, ചന്ദ്രന്റെ പകലാണ് പൂർണിമ, ചന്ദ്രന്റെ രാത്രിയാണ് അമാവാസി. ചന്ദ്രന് ഒരു ദിവസം പൂർണിമയും അമാവാസിയും ഈ ഭൂമിക്ക് നടക്കുന്ന പോലെ ഉണ്ട്. പക്ഷേ ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അതിനൊരു 30 ദിവസം എടുക്കും. എത്ര ദിവസം? അതായത് ഒരാൾ ഇവിടെ നിന്ന് ചന്ദ്രനിൽ പോയി ഒരു ദിവസം താമസിച്ചാൽ ഇവിടെ എത്ര ദിവസം കഴിഞ്ഞു? 30 ദിവസം. അവിടെ നിന്ന് വിളിക്കുകയാണ് അവിടെ എത്തിയിട്ട്, അവിടെ സുഖം തന്നെയല്ലേ എന്ന്. 30 ദിവസം കഴിഞ്ഞു ഇവിടെ. അപ്പൊ ഒരു കൊല്ലം അവിടെ താമസിച്ച് ഇവിടെ വരുമ്പോഴേക്കും കൊച്ചുകുട്ടികളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകും. കാരണം കാലം അത്രയും മാറ്റമായി കഴിഞ്ഞു. മനസ്സിലായി? എന്തൊരു അത്ഭുതമാണെന്ന് നോക്കൂ നിങ്ങൾ. അപ്പൊ എന്നതുപോലെ ഇവിടെ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അംശമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. അതെന്താണ്? വാസനകൾ കൂടുതലും അതിലുള്ള ബോധപ്രകാശം, ഈശ്വരപ്രകാശം കുറവുമാണ്. അപ്പൊ ഈശ്വരപ്രകാശം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ഞാനത് പറയുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് അസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗീതയില് 7-ാം അധ്യായത്തില്, ഭഗവത്ഗീതയില് 7-ാം അധ്യായത്തില് 25-ാമത് ശ്ലോകം എടുത്തു നോക്കുക. അവിടെ പറയും 25-ല് വളരെ മനോഹരമായിട്ട് കൃഷ്ണൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെ പറയുന്ന ശ്ലോകം ഇതാണ്: നാഹം പ്രകാശ സർവസ്യ. ഞാൻ അർജുന എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്, പ്രകാശമായിട്ടുണ്ട്. പക്ഷെ അഹം കംപ്ലീറ്റ്ലി ന പ്രകാശ. എല്ലാവർക്കും ഞാൻ പൂർണ്ണമായി പ്രകാശിക്കുന്നില്ല. കാരണം യോഗമായ സമാവൃത. അവരുടെ ഉള്ളിൽ അത്രയും വാസനകളുടെ മായ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ പൂർണ്ണമായി അവരിൽ പ്രകാശിക്കുന്നില്ല. അഹം ന പ്രകാശ സമ്പൂർണ്ണ. പൂർണ്ണമായി പ്രകാശിക്കുന്നില്ല. കാരണം കണ്ടോ, ശ്ലോകം കണ്ടോ? ഗീതയില് 7-ൽ 25-ാം ശ്ലോകം. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢോയം നാഭിജാനാതി മമാവിയം. ഇല്ലേ? അനുത്തം അങ്ങനെയൊക്കെ പറയുന്ന ശ്ലോകമാണ്. അതായത് ഞാൻ എല്ലാവരിലും പ്രകാശിക്കുന്നുണ്ടെങ്കിലും മൈ റിഫ്ലക്ഷൻ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ് ബിക്കോസ് ഓഫ് ദ മായ. ഉള്ളിൽ നിറഞ്ഞു കിടക്കുന്ന ആ മായയുടെ തീവ്രത കൊണ്ട്, ആ ഇരുട്ടിന്റെ അന്ധകാരം കൊണ്ട്, അതായത് ദുർബലത കൊണ്ട്, നമ്മളിലെ വീക്ക്നെസ് കൊണ്ട്, വളരെ ഇമോഷണൽ കൊണ്ട്, സെന്റിമെന്റ് കൊണ്ട്, വളരെ ഡിസ്റ്റർബ്ഡ് മൈൻഡ് ആയതുകൊണ്ട്, അജിറ്റേറ്റഡ് മൈൻഡ് ആയതുകൊണ്ട്, റെസ്റ്റ്ലെസ് മൈൻഡ് ആയതുകൊണ്ട് നമ്മളിൽ ഭഗവാന്റെ ആ ചൈതന്യം വേണ്ടതുപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അപ്പം നമ്മളൊക്കെ അങ്ങനെ കുറഞ്ഞൊരു പ്രകാശം, കുറഞ്ഞൊരു ബോധം, അവയർനെസ് ഉള്ളതുകൊണ്ട് നമ്മളെ വിളിക്കുന്ന പേരാണ് അംശാവതാരം. യാചിക്കാനല്ല അമ്പലത്തിൽ പോകേണ്ടത്. കാരണം നമ്മൾ ദൈവത്തിന്റെ
സൃഷ്ടിയല്ല. ഹിന്ദുമതം പഠിപ്പിക്കുന്നത് നമ്മൾ അംശാവതാരമാണ്. ഇനി എന്ത് വേണം? ഭഗവാന്റെ ആ നിറഞ്ഞ പ്രകാശം നമ്മളിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ മനസ്സെന്ന മീഡിയത്തെ നമ്മൾ ശുദ്ധീകരിച്ച് പവിത്രീകരിച്ചു കൊണ്ടിരുന്നാൽ അംശാവതാരം ക്രമേണ കലാവതാരമായി. കലാവതാരം കുറെ കഴിഞ്ഞാൽ അതാണ് ഭഗവാൻ പറയുന്നത്, നിങ്ങളും ഞാനും എല്ലാവരും ഒന്ന് തന്നെയാണ്. ആ പൂർണ്ണതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ. ഇതാണ് നമ്മുടെ ഹിന്ദു സംസ്കാരം. അപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനല്ല. വാസ്തവത്തിൽ ഈ അംശമായതിനെ കലയിലേക്ക് ഉയർത്തണമെങ്കിൽ പ്യൂരിഫിക്കേഷൻ ആവശ്യമാണ്. അല്ലെങ്കിൽ റിഫ്ലക്ഷൻ മീഡിയം റിഫ്ലക്റ്റ് ചെയ്യില്ല. കണ്ണാടി തുടയ്ക്കുന്ന പോലെ അഗ്നിയെ പുക നിറഞ്ഞാൽ അത് അഗ്നിയുടെ കുഴപ്പമില്ല, അഗ്നി ഉണ്ട്. പക്ഷെ അതിനിങ്ങോട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ, പ്രകടമാവാൻ ഈ പുക അതിനെ സമ്മതിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഊതിയോ വീശിയോ എന്ത് ചെയ്യണം? ആ പുക അവിടുന്ന് മാറ്റുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ വാസനയുടെ പുകമണ്ഡലം നമുക്ക് ക്രമേണ അവിടുന്ന് മാറ്റണം. ഇതിനാണ് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത്. അംശാവതാരമായ എന്നെ കലാവതാരത്തിലേക്കും കലാവതാരത്തിൽ നിന്ന് പൂർണ്ണാവതാരത്തിലേക്കും എത്തിക്കാൻ. ഇതല്ലേ ശരി? ഇതല്ലേ ശരിക്കും ഹിന്ദുക്കൾ അനുഷ്ഠിക്കേണ്ടത്? ഇതല്ലേ ഹിന്ദുവിസത്തിന്റെ കാഴ്ചപ്പാട്? ആണോ അല്ലയോ? ഈ ഭാഗവതം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അച്ഛൻ വസുദേവരി എന്ന് കൃഷ്ണന്റെ മുന്നിൽ പറയാണ്, എന്തൊക്കെ കഷ്ടം ഉണ്ടായിരുന്നു കൃഷ്ണ, എനിക്ക് ഇത്ര ദുരിതമുണ്ട്, എൻ്റെ മനസ്സ് മുഴുവൻ വിഷമങ്ങളും ദുഃഖങ്ങളാണെന്ന്. ഭാഗവതം ദശമസ്കന്ധം 10-ാം സ്കന്ധം 85-ാം അധ്യായം 23-ാം ശ്ലോകത്തിലെ വരികൾ എടുത്തു നോക്കൂ. അച്ഛനോട് പറയുന്ന വരികളുണ്ട്, അച്ഛൻ്റെ ദുരിതം മാറ്റാൻ എനിക്ക് പറ്റില്ലല്ലോ അച്ഛ, കാരണം അഹം യൂയം അസോ ആര്യ ഇമേച്ഛദ്വാരകൗകസ സർവേഭി ഏകം ആത്മാ. ഒരേ ആത്മാവാണ് നമ്മളെല്ലാവരും. എല്ലാവരിലും ഇരിക്കുന്നത് ഒരേ ആത്മാവ് തന്നെയല്ലേ? അപ്പൊ എനിക്ക് അച്ഛൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. അച്ഛൻ തന്നെ അച്ഛൻ്റെ മനസ്സിനെ ഉയർത്തുകയല്ലാതെ വേറൊരു വഴിയില്ല എന്ന് അച്ഛനെ ഉപദേശിക്കുന്ന കൃഷ്ണൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഭാഗവതം കേൾക്കാതിരിക്കുക നല്ലത്. ഇപ്പൊരു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കാരണം ഈ പ്രാർത്ഥിച്ച് അതിലൊരു സുഖം കാണുമ്പോൾ, ഈ ചില പട്ടികൾക്ക് അങ്ങനെ ഒരു സുഖമുണ്ട്. ഈ പട്ടികളുണ്ടല്ലോ, ഇപ്പം അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പണ്ട് ഈ വീടുകളിലൊക്കെ കൊയ്ത്തും നെയ്ലും ഒക്കെ ഉള്ള കാലത്ത് പുറത്തെവിടെയെങ്കിലും കൊണ്ട് തീരും. ഈ പട്ടികളൊന്നും ഇന്നത്തെ പോലെ വീട്ടിൽ വളരുന്ന പട്ടികളൊന്നും കൂട്ടിലിട്ട് വളർത്തി അങ്ങനെയൊക്കെയുള്ള കുറവായിരിക്കും. പട്ടികൾ അങ്ങനെ മേഞ്ഞ് നടന്നോളും അവിടെ വീട്ടില്, കാവൽക്കാരായിട്ട് അവിടെ നിന്നോളും. അവരെന്താ വെച്ചാൽ അന്നത്തെ പട്ടികളൊക്കെ ഈ എല്ലാ വീട്ടിലും പോയി അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എല്ലാ വീട്ടിലും അവർക്കൊരു കണക്ഷൻ ഉണ്ടാവുമോ? ഒന്നും മിണ്ടാത്തത് ഇല്ലേ? അപ്പൊ അതുകൊണ്ട് നോക്കൂ നിങ്ങള്. അപ്പൊ അന്നത്തെ കാലത്തെ പട്ടികൾ അങ്ങനെയാണ്. അവർ ഈ ഉമിയിൽ പോയി കിടക്കും. ഉമിക്ക് ചെറിയ തീയൊക്കെ കൊടുത്തുണ്ടാക്കാൻ, ഉമിക്കരിയൊക്കെ ഉമി അങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത്. ഈ തീ കൊണ്ട് ഇതിന്റെ രോമൊക്കെ കരിയും. എന്നാലും ആ പട്ടി അവിടെ തന്നെ പോയി കിടക്കും. ഇത് തനിക്ക് ചെറിയ ചൂടും ചെറിയൊരു കരിച്ചിലൊക്കെ തരുന്നു എന്ന് കണ്ടാലും അതിനതൊരു ഇഷ്ടമാണ്. ഇതാണ് പലർക്കും ഉള്ള ഭക്തി. അവർ ശീലിച്ചതിൽ നിന്ന് മാറുവാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഇതൊരു സുഹൃതമാണ്, ഇതൊരു ഭാഗ്യമാണ്, ഇതൊരു അനുഗ്രഹമാണ്, ഇതൊരു ജന്മാന്തര പുണ്യമാണ്. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കിട്ടിയാൽ ജന്മം സഫലമായി. അതാണ് നമ്മളൊക്കെ അവിടെ വന്നിരിക്കുന്നത്. അപ്പം അംശത്തിൽ നിന്ന് കലയിലേക്കും കലാവതാരത്തിൽ നിന്ന് പൂർണ്ണാവതാരത്തിലേക്കുമുള്ളൊരു തീർത്ഥയാത്രയാണ്, ട്രാൻസ്ഫോർമേഷനാണ്, അപ്ലിപ്മെൻ്റാണ്, എൻലൈറ്റ്മെൻ്റാണ് എൻ്റെ ജീവിതയാത്ര. ഇതാണ് ശ്രീബുദ്ധൻ പറയുന്ന ബോധോദയം എന്നുള്ളത്. ഇതാണ് കൃഷ്ണനും പറയുന്ന മോക്ഷം എന്ന് പറയുന്നത്. എല്ലാവരും പറഞ്ഞിരിക്കുന്ന ആ ഒരു യാത്ര ഇതാണ്. ഇതൊരു തീർത്ഥയാത്രയാണ്. ഇത് നമുക്ക് ക്ലിക്ക് ചെയ്യണം നമ്മുടെ ഉള്ളിൽ. എന്നിട്ട് ധ്രുവൻ അവിടെ നിന്ന് നാരദ മഹർഷിയുടെ കാൽക്കലൊക്കെ വീണു. നാരദ മഹർഷിയാണ് കുട്ടിക്കൊരു മന്ത്രോപദേശം ഉപദേശിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ധ്രുവന് ഒരു മന്ത്ര ഉപദേശം അനുഷ്ഠിക്കാനായി കിട്ടിയത്. അതാണ് ഭാഗവതത്തിലെ പ്രസിദ്ധമായ ഓം നമോ ഭഗവതേ പറയൂ വാസുദേവായ. അപ്പൊ ഡെയിലി നമുക്ക് ചൊല്ലാനായിട്ടൊരു മന്ത്രം എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കണം.
ഏതെങ്കിലും ഒരു മന്ത്രം നിങ്ങൾക്ക്, ഏതെങ്കിലും ഒരു മന്ത്രം നിങ്ങളൊരു അനുഷ്ഠാനം പോലെ കൊണ്ടു നടന്നു നോക്കൂ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, അത് തന്നെ കൊണ്ടു നടക്കുക. അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, അതൊരു അനുഷ്ഠാനം പോലെ കൊണ്ടു നടക്കുക. അങ്ങനെ എത്ര പേര് ഡെയിലി ഒരു അനുഷ്ഠാനം പോലെ ജപിക്കുന്നവരുണ്ട്? നന്നായത്. അതുതന്നെയാണ് ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, കുറേ കഴിഞ്ഞാൽ മനസ്സ് അതിലൊരു ലഹരി കണ്ടെത്തും. മനസ്സ് സമയം കടന്നു പോകുന്നത് പോലും അറിയില്ല. ഈ ഒറ്റയ്ക്കാവില്ലേ നിങ്ങൾക്ക് ഇതിലൊരു ആനന്ദം കണ്ടെത്താനുണ്ട്. നാമത്തിൽ അങ്ങനെ മുഴുകുന്നൊരവസ്ഥ വരാണ്ട്. ഈ മനസ്സിന്റെ ലയത്തിലാണ് സുഖം. ആണോ? ഉറക്കത്തിൽ എന്തുകൊണ്ടാണ് സുഖം അനുഭവിക്കുന്നത്? ഉറക്കത്തിൽ എന്താ സുഖം അനുഭവിക്കുന്നത്? കാരണം ഉറക്കത്തിലേക്ക് മനസ്സ് പറയും ലയിച്ചു ചേരുകയാണ്. സ്വപ്നത്തിൽ എന്താ നമുക്കൊരു സുഖം തോന്നാത്തത്? സ്വപ്നം നമുക്ക് ഡിസ്റ്റർബൻസ് ആണ്. ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്തിരിക്കുകയാണ് ഏത്? സ്വപ്നം. മൈൻഡ് വളരെ ഫ്ലിക്കറിങ് ആണ്, ഭയങ്കര അജിറ്റേറ്റിംഗ് ആണ്, വളരെ റെസ്റ്റ്ലെസ് ആണ്. മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പലതിലേക്കും ഓടുകയാണ്. അതുകൊണ്ട് നമുക്കൊരു സ്വസ്ഥത കിട്ടില്ല. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് പലരും മൊബൈലിൽ തോണ്ടാൻ ഇഷ്ടപ്പെടുന്നത്? അതിലങ്ങനെ ലയിച്ചിരിക്കാൻ ഒരു സുഖമുണ്ട്. കണ്ടവന്റെ ട്യൂബൊക്കെ നോക്കിയിട്ട്, കണ്ടവന്റെ പ്രോഗ്രാമൊക്കെ കണ്ടിരിക്കുമ്പോൾ അതിലൊരു സുഖമുണ്ട്. അല്ലെങ്കിൽ ആൾക്കാർ അതിലങ്ങനെ രമിച്ചിരിക്കില്ലല്ലോ. അപ്പൊ ഈ രീതിയിൽ നമുക്കിങ്ങനെ ജീവിതത്തിൽ ഒന്നുകിൽ ഭൗതികമായി അലിഞ്ഞു ചേരാം, അല്ലെങ്കിൽ ആത്മീയമായ അനുഷ്ഠാനത്തിൽ അലിഞ്ഞു ചേരാം. ഇതിന്റെ പേരാണ് ആത്മരതി. അവനവന്റെ ഉള്ളിൽ തന്നെ ഒരു യസ്വാത്മരതിരേവസ്യൽ ആത്മതൃപ്തശ്ച മാനവ ആത്മന്യേ ആത്മനാതുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. ഗീതയിൽ 3rd ചാപ്റ്ററിൽ കൃഷ്ണൻ പറയുന്നു. അപ്പോൾ ഒരു ആത്മരതി വരാനുണ്ട്. ഈ ആത്മരതി, അതിനാണ് നാമജപത്തിലുള്ളൊരു ലയം. കുട്ടി അവിടെ ചെന്ന് 6 മാസം ആ നാമത്തിൽ അങ്ങനെ മുഴുകി. വൃന്ദാവനത്തിലാണ് തപസ് ചെയ്യാൻ പോയത്. അവിടെ ഇരുന്ന്, നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ അറിയില്ല, മധുരയിൽ ഇപ്പോഴൊരു മധുവനം എന്ന് പറയുന്ന സ്ഥലം ഇന്നത്തെ കാലത്ത് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ധ്രുവന്റെ തപോഭൂമി എന്നുള്ള രീതിയിൽ. അങ്ങനെ ധ്രുവൻ അങ്ങനെ ധ്യാനത്തിൽ അങ്ങനെ നിമഗ്നനായി അപ്പോഴേക്കും കുട്ടിയുടെ ആ ഒരു ധ്യാനത്തിന്റെ ശക്തി കൊണ്ട് വിശപ്പും ദാഹവും ഒന്നും കുട്ടി അറിഞ്ഞതേയില്ല. അത്ര ഒരു ലയം, അത്ര ഒരു രസം, ആനന്ദം, അനുഭൂതി കുട്ടിക്ക് അങ്ങനെ കിട്ടാൻ തുടങ്ങി. മനസ്സങ്ങനെ ലയിച്ച് വരുന്തോറും ആനന്ദത്തിന്റെ ആ ഒരു തീവ്രത കൂടി വന്നത് ആ കുട്ടിയുടെ സിരയിലേക്ക് അങ്ങനെ പടർന്ന് കുട്ടി എന്തോ വേറൊരു അനുഭൂതിയിലാണ്. അതങ്ങനെ രസത്തിലിരിക്കുകയാണ്. രാമകൃഷ്ണ പരമഹംസരൊക്കെ ഇങ്ങനെ ഒരു സ്പിരിച്വൽ ഒരു ട്രാൻസിലേക്ക് പോകും. അദ്ദേഹം അങ്ങനെ ഭഗവാന്റെ കീർത്തനൊക്കെ പാടുമ്പോൾ അങ്ങനെ ഭയങ്കര ആ ഒരു ആഹ്ലാദത്തിലേക്ക് പോകും. പിന്നെ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് കണ്ണു തുറക്കുള്ളൂ. അപ്പൊ ഈ രാമകൃഷ്ണ പരമഹംസരുടെ ഈ സത്സംഗത്തിന് ഒരിക്കലും ഒരു കള്ളൂടിയൻ അവിടെ വന്നിരിക്കും. നല്ല വെള്ളമാണ്, ലോക്കൽ വെള്ളം എന്തോ അടിച്ചിട്ടാണ് വരുന്നത്. ഇവങ്ങനെ കിടങ്ങിങ്ങനെ അവിടെ വന്നിരിക്കും. എല്ലാവരും അവനെ പുറത്താക്കാനൊക്കെ നോക്കും. അപ്പൊ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞിട്ട് ആര് വന്നാലും ആരെയും അവിടെ ഇരിക്കട്ടെ പാവം. അപ്പൊ എല്ലാവരും രാമകൃഷ്ണ പരമഹംസർ ആ ധ്യാനത്തിലേക്ക് പോയാൽ പിന്നെ അദ്ദേഹം കണ്ണു തുറക്കാൻ 3 മണിക്കൂർ കൊടുക്കും. അപ്പൊ ബാക്കിയുള്ളവർക്ക് കഴിക്കാനോ ഇതൊക്കെ അവർ എണീറ്റ് പോകും. ഈ കുടിയൻ അവിടെ ഇരിക്കും. അപ്പൊ രാമകൃഷ്ണ പരമഹംസരെ നോക്കിയിട്ട് അവൻ പിന്നെ പോകും. ഒരു ദിവസം രാമകൃഷ്ണ പരമഹംസർ വെച്ച് കണ്ണു തുറന്നപ്പോൾ ഇവൻ ഒറ്റയ്ക്കാണ്. നീ എന്താ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ബാക്കി എല്ലാവരും പോയല്ലോ. അല്ല, അങ്ങയോട് ചോദിക്കാൻ ഒരു പേടി എനിക്കുണ്ട്. ഒരു കാര്യം അങ്ങേക്ക് വിരോധം പറഞ്ഞാൽ നന്നായിരുന്നു. അതെന്താണ്? അങ്ങ് ഏത് ബ്രാൻഡാ കഴിക്കണതെന്ന്. അപ്പൊ ഞാൻ കഴിക്കണേന്ന് അത്ര അങ്ങോട്ട് കിക്ക് തരാൻ പറ്റില്ല. ഇതൊക്കെ 1 മണിക്കൂർ കൊണ്ട് തീരുന്നു അതിൻ്റെ എഫക്റ്റ്. അങ്ങനെ 3 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ്ലി ഇത്രയും വളരെ ഒരു എക്സസീവ് ഭയങ്കര ഒരു ആനന്ദത്തിലിരിക്കുന്നത് ഏത് ബ്രാൻഡാണ്? രാമകൃഷ്ണൻ. ഇന്നത്തെ കാലം തൂക്കി പുറത്തിട്ടുണ്ടാവും. രാമകൃഷ്ണൻ മനസ്സിൽ പറഞ്ഞു, എനിക്കത് സത്യത്തിൻ്റെ ബ്രാൻഡിന്റെ പേര് മറന്നുപോയി, ഞാനത് പറഞ്ഞുതരാം, നീ ഇവിടെ തന്നെ വന്നിരിക്കണം കേട്ടോ ഡെയിലി. ഇവൻ കുറച്ച് ദിവസം കാലം കഴിഞ്ഞപ്പോൾ ഇവന് മനസ്സിലായി ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് ഉള്ളിലുള്ള ആത്മ അനുഭൂതിയാണ്, ആത്മ ബ്രാൻഡാണെന്നുള്ളത്. ഇത് പുറത്തല്ല കിട്ടുക, അവനവൻ്റെ ഉള്ളിൽ തന്നെയുള്ളതാണ്. പിന്നെ അവനും ആ ഒരു രാമകൃഷ്ണ ഓർഡറിലേക്ക് മാറി എന്നാണ് കഥ പറയുന്നത്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഇന്നിപ്പോൾ ലഹരിയുടെ ലോകത്തിലിരിക്കുന്നവർക്ക് കേരളം മുഴുവൻ മൊത്തം ലഹരിയിലാണെന്ന് നാണമില്ലാതെ മന്ത്രിമാർ പോലും പറയുന്നു. അപ്പൊ അവരെ ഈ ഒരു ആനന്ദലഹരിയിലേക്ക്, നാമലഹരിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നുവെങ്കിൽ
ക്രമേണ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. വരും, നമുക്ക് ക്രമേണ കൊണ്ടുവരണം. കാരണം ഹിന്ദുക്കൾ ചില കാര്യത്തിലൊന്ന് മുന്നിട്ട് ഇറങ്ങേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മീയതയുടെ കാര്യത്തിൽ പിന്നിൽ നിൽക്കുന്നവരാണ് ഹിന്ദുക്കൾ. നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ആനയ്ക്കും വെടിക്കെട്ടിനുമായി മാറി. ഇപ്പൊ നാമജപത്തിന് അത്ര ഒരു പ്രാധാന്യം നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും വന്നിട്ടില്ല. നാമജപം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ളവർ ഒരു മൂലയിലിരുന്ന് ജപിക്കുന്നുണ്ടാവും, ചെറുപ്പക്കാരെങ്ങനെ എത്തി നോക്കിയിട്ടൊരു പോക്കും ഉണ്ടാവും. ഞാൻ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഇപ്പോഴും ഒരു ആത്മീയതയുടെ ഒരു വളർച്ച നോക്കുകയാണെങ്കിലല്ലോ, ഞാൻ കൊല്ലം ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ സപ്താഹത്തിന് വ്യത്യാസം വരുന്നുണ്ട്. എന്നാൽ ഈ കൊല്ലം ആലപ്പുഴ ഭാഗത്തു നിന്ന് വരുന്നവർ ക്ഷമിക്കണേ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഈ സപ്താഹം ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നുണ്ടാവും, അപ്പുറത്ത് അന്നദാനം ഗംഭീരമായിട്ട് നടക്കും. എന്നാൽ ഈ വന്നു പോകുന്നവർ ഇവിടേക്കൊന്ന് എത്തി നോക്ക് പോലില്ല. കഴിക്കുക പോവുക. കഴിഞ്ഞ ജന്മം എന്തായിരുന്നു, പന്നികളെത്തിയായിരുന്നു തോന്നുന്നു. ഈ കഴിച്ചു പോകാൻ മാത്രം ഒരു ജന്മത്തിലേക്ക് അവർ പോയത്, മനസ്സിലായില്ലേ? അപ്പൊ ഇതിനൊരു രുചി, ഇതിനൊരു താല്പര്യം അവർ വളർത്തിയെടുക്കാൻ ഞാൻ അവരെ കുറ്റം പറയില്ല. അത് നമ്മുടെ ഈ സിസ്റ്റത്തിന്, ഭാഗവതത്തിന് പറ്റിയ അല്ലെ കൊണ്ടു നടന്നവർക്ക് പറ്റിയ ഒരു തെറ്റായിരിക്കാം. അവരെ കൂടി ഇതിലേക്കൊന്ന് ആകർഷിപ്പിക്കുന്ന വിധത്തിൽ, അവർക്ക് കൂടി ഇതിലൊരു രുചി ഉണ്ടാക്കുന്ന വിധത്തിൽ ഭാഗവതത്തെ ആക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ നമ്മുടെ വീടുകളിൽ അതൊക്കെ സംഭവിച്ചത്. അച്ഛനമ്മമാർക്ക് ഇത് വേണ്ട പോലെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരാൻ സാധിച്ചില്ല. നാമം ചെല്ലാൻ അറിയാത്തോണ്ടല്ല, പക്ഷെ നാമത്തെ നമുക്കൊരു രുചിയായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. ആർക്കാ നാമം ചൊല്ലാൻ അറിയാത്തത്? എല്ലാവർക്കും അറിയാം നാമം ചൊല്ലാൻ. പക്ഷെ അതിനൊരു ആസ്വാദനമാക്കി, അനുഭൂതിയാക്കി, ലയമാക്കി, രസമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇപ്പൊ ഈ സത്സംഗങ്ങൾ കേട്ടിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് നാമരുചി എന്ന് പറയുന്നത് മറ്റ് ഏത് രുചിയേക്കാളും ഉത്കൃഷ്ടമാണ്. അത് കുറച്ച് സമയമെടുത്താലും, അത് ഈ നെല്ലിക്കയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. തുടക്കത്തിലൊക്കെ ഇത്തിരി ചവർപ്പുണ്ടാവും, പക്ഷെ കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ കടിക്കുമ്പോൾ ആ ചവർപ്പിലും ഒരു മധുരമുണ്ടെന്ന് പറഞ്ഞതുപോലെ ഈ നാമത്തിൽ തുടക്കത്തിലൊക്കെ മനസ്സങ്ങനെ കോപ്പറേറ്റ് ചെയ്യില്ലെങ്കിലും പിന്നീട് മനസ്സിന് മനസ്സിലാവും ഈ മനുഷ്യൻ അങ്ങനെയൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല. അപ്പം മനസ്സ് ഒതുങ്ങി, മനസ്സ് വഴങ്ങി. കഠോപനിഷത്തിൽ പറയും, എമൈവേഷവൃണതേ തേന ലഭ്യ തസ്സൈവ ആത്മാ വൃണതേ തനുസ്യാം എന്ന് പറയും. അതായത് ഇനീഷ്യലി ദ മൈൻഡ് വോണ്ട് കോപ്പറേറ്റ് എന്നാണ്. മനസ്സൊരിക്കലും നമ്മളോട് സഹകരിക്കില്ല. കാരണം മനസ്സിന്റെ ആ റെസ്റ്റ്ലെസ്നെസ് മൈൻഡ് അപ്പോഴായിരിക്കും എല്ലാ കാര്യങ്ങളും ഓർക്ക്. നിങ്ങൾ നാമം ചൊല്ലാനിരിക്കുന്ന സമയത്താവും നിങ്ങളുടെ ഏതൊക്കെയോ ജന്മങ്ങളിൽ പരിചയപ്പെട്ടവരൊക്കെ ഓർക്കുക. അപ്പോൾ അവരുടെ ഫേസ് ഓർമ്മ വരും, ഇവരുടെ ഫേസ് ഓർമ്മ വരും. അവരെയൊക്കെ ഞാൻ ഓർത്തിരിക്കുന്നുണ്ടോ എന്ന്. പിന്നെ അവരുടെ കൂടെ കുറച്ച് പോകുമ്പോഴേക്കും ഇവിടെ സർവപ്രഹരണായവും നാമം കഴിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ കുറേ കാലം കൊണ്ട് ജപിച്ച് പിന്നെ മനസ്സിന് മനസ്സിലാവും അങ്ങനെയൊന്നും നാടകം കളിച്ചുകൊണ്ട് ഈ മനുഷ്യൻ നാമജപം നിർത്തില്ല എന്ന് മനസ്സിലായാൽ കുറേ കഴിഞ്ഞാൽ യമൈവേഷ വൃണതേന ലഭ്യ, ഈ മനസ്സങ്ങോട്ട് ഒതുങ്ങിത്തരും, വഴങ്ങിത്തരും. പാവം ഈ ആനയെ കാട്ടുന്ന ഇങ്ങോട്ട് വിളിച്ച് കുട്ടികൃഷ്ണൻ അങ്ങോട്ട് ഇറങ്ങി വരുമെന്ന് പറഞ്ഞ് വിളിച്ച് വന്നതല്ലത്. അതിനെ നല്ലവണ്ണം മെരുക്കി പണിയെടുത്ത്, അല്ലേ, എടിയാനെ, പിടിയാനെ, ഇരിക്കാനെ, ലെഫ്റ്റ് ആനെ, എന്താണ് വലതാനെ, ഇടതാനെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴാണ് അതിന് വലത്തിടത്ത് എന്താണെന്ന് മനസ്സിലായത്. ആണോ? ചിലപ്പോൾ അത് ഇടത്തും വലത്തും നോക്കാതെ കൊടുക്കും, അതിന് കലി കയറി കഴിഞ്ഞാൽ. അവിടേക്ക് അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. ഇതുപോലെ ഒരു ആനയെ പരിശീലിപ്പിച്ചെടുക്കുന്ന പോലെ ഈ മനസ്സിനെ കുറേ കാലം കൊണ്ട് നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കുമ്പോഴാണ് ജീവിതത്തിൽ അന്ന് നമുക്ക് പറയാം, ജീവിതം ധന്യോസ്മി കൃതകൃത്യ. ഇവിടെ ധ്രുവന്റെ മുന്നിൽ ആ ഭഗവാൻ അവതരിക്കുകയാണ്. ഭഗവാൻ ഇങ്ങോട്ട് വരും എന്ന് ഞാൻ പറഞ്ഞില്ലേ? അതെപ്പോഴാണ് വരുന്നത്? മനസ്സ് പാകപ്പെടുമ്പോൾ ഭഗവാന് പോലും തോന്നും ഞാനിങ്ങനെ ശ്രീകോവിലിൻ്റെ അകത്ത് ഇരിക്കരുത്, എവിടേക്ക് പോകണം? ഭക്തന്റെ അടുത്തേക്ക് പോകണം എന്ന്. അങ്ങനെ ഭക്തന്റെ അടുത്തേക്ക് ഭഗവാൻ വരുന്ന ആ ചിത്രമാണ് ധ്രുവന്റെ അടുത്തേക്ക് ഭഗവാൻ വരുന്നത്. ആ ധ്രുവൻ അതുവരെ കണ്ണടച്ച് ധ്യാനനിരതനായിട്ടിരുന്ന ആ ധ്രുവൻ പെട്ടെന്ന് അങ്ങോട്ട് കണ്ണു തുറക്കുമ്പോൾ പിന്നെ കാണുന്നത് ശംഖചക്ര ഗദാരൂപത്തിലുള്ള ആ ഗുരുവായൂരപ്പൻ്റെ
പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസഹായം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ആ മനോഹരമായ ഭഗവാന്റെ ആ സൂര്യസ്പർദ്ധ കിരീടമൂർധതിലകം പ്രോത്ഭാസി ബാലാന്തരം എന്നൊക്കെ പട്ടതിരിപ്പാട് മനോഹരമായി വർണ്ണിച്ചിരിക്കുന്ന ഭഗവാന്റെ ആ ശംഖചക്ര കഥാരൂപത്തിലുള്ള മനോഹര രൂപത്തെ കണ്ട് ധ്രുവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരങ്ങനെ ധാരയിട്ട് ഒഴുകുന്നു. ഭഗവാനെ മനസ്സിലെ കുട്ടിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ഭഗവാൻ തൻ്റെ ശങ്കടത്ത് കുട്ടിയുടെ കവിളിൽ തൊടുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് വന്ന അതിഗംഭീരമായ ഒരു സ്തുതിയുണ്ട്. ഭാഗവതത്തിലെ കുട്ടികളുടെ സ്തുതികളിൽ ഗംഭീരമായ 2 സ്തുതികളാണ് നമുക്കുള്ളത്. ഒന്ന് ധ്രുവസ്തുതിയും, 2 നമ്മൾ നാളെ വൈകുന്നേരം കാണാൻ പോകുന്ന പ്രഹ്ലാദ സ്തുതിയും. ഏറ്റവും വലിയ സ്തുതി പ്രഹ്ലാദ സ്തുതിയാണ്. ഇവിടെ ധ്രുവന്റെ സ്തുതിയിൽ ധ്രുവൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുന്ന ആദ്യത്തെ മന്ത്രം, ഇത് നമ്മൾ എങ്ങനെയെങ്കിലും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും വേണം. കാരണം ഇതിലൊരു വലിയ സന്ദേശം ഒളിച്ചു വെച്ചിട്ടുണ്ട്. ഭഗവാൻ എവിടെ ഇരുന്നു കൊണ്ടാണ് അനുഗ്രഹിക്കുന്നത്, ഈ വ്യക്തത തരുന്ന ഒരു ശ്ലോകമാണ് ധ്രുവൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്നതാണ്, നമുക്ക് ചൊല്ലാം. യോന്ത പ്രവിശ്യമമവാചമിമം പ്രസുപ്തം സഞ്ജീവയത്യഖില ശക്തിധരസ്വതംനാം. ഞാൻ വായിക്കുന്നത് 4-ാം സ്കന്ധം 9-ാം അധ്യായം 6-ാം ശ്ലോകം. യോന്ത പ്രവിശ്യമമവാചമിമം പ്രസുപ്തം സഞ്ജീവയത്യഖില ശക്തിധരസ്വതംനാം അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദിൻ പ്രാണൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ആ കുട്ടി പറയുന്ന മനോഹരമായ വരികളാണ്. കണ്ടു നിങ്ങൾ എല്ലാവരും ഒന്ന് ചൊല്ലുത്. പുസ്തകമുള്ളവരെ കൊണ്ടല്ലോ. 4-ാം സ്കന്ധം 9-ാം അധ്യായം 6-ാം ശ്ലോകം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. എല്ലാവരും ഒന്ന് ചൊല്ലു. യോന്ത പ്രവിശ്യ, കാണുന്നുണ്ടോ? യോന്ത എല്ലാവരും ചൊല്ലു. ഞാൻ ചൊല്ലാം, നിങ്ങൾ ഏറ്റില്ല. യോന്ത പ്രവിശ്യ മമ വാചമിമം പ്രസുപ്താം സഞ്ജീവയതി അഖില ശക്തി ധരസ്വധാംനാം അന്യാം ച ഹസ്തചരണ ശ്രവണത്വഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എന്താ പറയുന്നത്? യോന്തപ്രവിശ്യ, ഉള്ളിൽ അന്തപ്രവിശ്യ, ഉള്ളിൽ പ്രവേശിച്ച്. എവിടെയാണ്? വാക്കുകളൊക്കെ വളരെ വ്യക്തമാണ്. മുന്നിൽ പ്രവേശിച്ചിട്ടല്ല, എവിടെ? അന്തപ്രവിശ്യ. എന്താ ഭഗവാൻ ചെയ്യുന്നത്? ഭഗവാൻ എങ്ങനെയാണ് എന്നെ അനുഗ്രഹിക്കുന്നത്? ദിവസവും ഭഗവാൻ അനുഗ്രഹിക്കേണ്ടത് നമ്മളെ. എന്താണ്? പ്രസുപ്താം വാചം സഞ്ജീവയതി. പ്രസുപ്തം എന്ന് പറഞ്ഞാൽ സുപ്തി, ഉറങ്ങാം. വാചം എന്ന് പറഞ്ഞാൽ മനസ്സ്. ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ മനസ്സിനെ ഭഗവാൻ സഞ്ജീവയതി. ദിവസവും എന്നെ ഉണർത്തുന്നത് ആരാണ്? ഭഗവാനാണ്. അപ്പൊ നോക്കൂ, ഭഗവാൻ എപ്പോഴാ കൂടെ ഇല്ലാത്തതെന്നാണ്. എന്നും എന്നെ ഉണർത്തുന്ന ഭഗവാൻ. ആ ഭഗവാൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അഖില ശക്തിധരസ്വതാംനാം. എല്ലാ ശക്തിയിലേക്കും എന്നെ കൂട്ടിച്ചേർത്ത് എനിക്ക് എല്ലാ ശക്തിയും തരുന്നത് എന്ന് പറഞ്ഞാൽ, എൻ്റെ മനസ്സ് ഉണരുന്നതോടുകൂടിയാണ് പ്രാണനിലേക്ക് ചേർന്ന് കണ്ണും കാതും മൂക്കും ഒക്കെ പ്രവർത്തിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മൾ എന്തൊരു അഹങ്കാരത്തിലാണ് ജീവിക്കുന്നതെന്ന്. എന്തൊരു അഹങ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിനെ ഈ ശരീരത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ നമുക്ക് കഴിവുണ്ടെന്ന അഹങ്കാരത്തിൽ ജീവിക്കുകയാണ്. നമുക്കങ്ങനെ ഒരു അഹങ്കാരമുണ്ട്. ഉണ്ടോ? ഒരു ചെറിയ സ്ട്രോക്ക് ബ്രെയിനിൽ തട്ടിക്കഴിഞ്ഞാൽ കൈ പോലും പൊക്കാൻ പറ്റില്ല. പിന്നെ അത്രയേ ഉള്ളൂ. തൊട്ടാൽ പോലും വികാരങ്ങൾ ഉണ്ടാവില്ല. ആണോ അല്ലയോ? വലിയ അഹംഭാവം വെച്ചിട്ടൊക്കെ വണ്ടിയൊക്കെ റൈസ് ചെയ്ത് അപകടം ഉണ്ടാക്കിയിട്ട് കിടക്കുന്ന ആൾക്കാരില്ലേ? ഉണ്ടോ ഇല്ലയോ? മനുഷ്യന് തൻ്റെ മനസ്സിനെ പ്രാണനോട് കൂട്ടിച്ചേർത്ത് കണ്ണും കാതൊക്കെ തുറക്കാൻ പറ്റുന്നതാണോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? ചെറിയൊരു നെർവ്. ഞാൻ ഇപ്പം അടുത്ത കാലത്ത് ഒരാളെ കണ്ടത്, കണ്ണിന് ഒരു ആക്സിഡന്റ് പറ്റിയതാണ് ബൈക്കില്. പാവത്തിന് ഇപ്പോൾ കണ്ണിന്റെ പോള തുറക്കാൻ പറ്റില്ല, വീണ് പോവുക. കണ്ണെപ്പോഴും അടഞ്ഞു പോവുക. ഇപ്പോഴും അത് സർജറിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെറുപ്പക്കാരനായിട്ടുള്ളൊരു പയ്യൻ കണ്ണടഞ്ഞു പോവുക.
അപ്പൊ അവര് പറയണത് ഇനി പെർമനന്റിലി തുറന്നു വെക്കാനേ പറ്റുള്ളൂ, ഓപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യണമെന്ന്. അപ്പൊ കണ്ണടയ്ക്കാൻ പറ്റില്ല. ഒരു നെർവ് എവിടെയോ ഡിസ്കണക്ട് ആയി. എത്ര നെർവിന്റെ പ്രവർത്തനത്തിലാണ് കണ്ണു തുറക്കണോ കണ്ണടയണോ കണ്ണു തുറക്കണോ. അപ്പോഴാ മനസ്സിലായത്, ദൈവമേ നമുക്കിതിന് വല്ല കഴിവുണ്ടോ? ആളുകൾ എന്ത് അഹങ്കാരത്തിലാണ് ജീവിക്കുന്നത്. ഞാനാണ് കണ്ണു തുറക്കുന്നത്, ഞാനാണ് കൈപൊക്കുന്നത്, ഞാനാണ് കാലുപൊക്കുന്നത് എന്നൊക്കെ പറയുമ്പോ ഒരു നെർവിന് അടി കിട്ടിയാൽ കണ്ണും തുറക്കില്ല, കാതും കേൾക്കില്ല, ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞു. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് ഈ വണ്ടി ഓടിക്കുന്നത് നമ്മളല്ലല്ലോ. ഞാനെന്ന ഭാവമതു തോന്നൈക വേണമിക തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ. എത്ര സത്യമാണ് ഈ പറയുന്നത്. ആണോ? ഇതൊക്കെയല്ലേ എഴുത്തച്ഛനൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കണം. അതാണ് കുട്ടി പറയൂന്ത പ്രവിശ്യ മമ വാചമിമം പ്രസുപ്തം സഞ്ജീവയത്യഖില ശക്തിധരസ്വദാംനാം അന്യാം ച ഹസ്തചരണ ശ്രവണത്വഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഞാൻ എൻ്റെ ഉള്ളിൽ എന്നെ ഉണർത്തുന്ന, എൻ്റെ കൈകാലുകളെ പ്രവർത്തിപ്പിക്കുന്ന, ചലിപ്പിക്കുന്ന, പ്രാണനിലും പ്രാണനായിരിക്കുന്ന ഭഗവാനെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ധ്രുവൻ തുടങ്ങുന്നു. പിന്നെ ധ്രുവനെ രാജപദവിയും ഒരിക്കലും നശിക്കാത്ത ധ്രുവ നക്ഷത്ര പദവിയും കൊടുത്ത് ഭഗവാൻ അനുഗ്രഹിക്കുന്നു. ധ്രുവൻ തിരിച്ചു പോകുന്നു. അങ്ങനെ ധ്രുവനെ ആദ്യം തന്നെ സ്വീകരിക്കുന്നത് ചെറിയമ്മ, എന്താണ്, രണ്ടാനമ്മയായ അല്ലെങ്കിൽ സുരുചിയാണ്. കുട്ടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴാണ് ഈ ധ്രുവനും അമ്മയോട് അത്യന്തം ബഹുമാനം. കാരണം ഈ അമ്മ കാരണമാണ് എനിക്ക് ഈ തപസ്സെല്ലാം ചെയ്യാൻ സാധിച്ചത്. അമ്മ അന്ന് ചീത്ത പറഞ്ഞില്ലെങ്കിൽ ഇങ്ങോട്ട് പോകുന്ന ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ നോക്കൂ നിങ്ങൾ, പ്രതികൂലമായി വന്ന അനുഭവത്തെ അനുഗ്രഹമായി കണ്ട് ഉയർന്നവരാണ്. ഇന്ന് പ്രതികൂലമായ അനുഭവത്തിൽ കയറന്വേഷിക്കുന്ന ചെറുപ്പക്കാരികളാണ് നമ്മുടെ കുട്ടികൾ. അവരനുഗ്രഹം കാണാൻ സാധിക്കുന്നില്ല. അത് ചെറുപ്പത്തിലൊരു വിത്ത് വേണ്ടേ? ചെറുപ്പത്തിലൊരു വിത്ത് പാകി വെച്ചിരുന്നെങ്കിൽ ഒരിക്കലും ജീവിതം ഒരിക്കലും ഒരു ദുരിതമായി ഒരിക്കലും കാണില്ലായിരുന്നു. ഏതായാലും ആ ധ്രുവനെ എല്ലാവരും സ്വീകരിച്ചു. പിന്നെ ധ്രുവൻ കല്യാണം കഴിച്ചു, ഉത്തമനും കല്യാണം കഴിച്ചു. ധ്രുവൻ ഒരിക്കൽ രാജാവായിട്ടൊരു ധ്രുവനെ വ്യാഴിച്ചു. അച്ഛൻ കാട്ടിൽ പോയി, ഉത്തമൻ കാട്ടിൽ പോന്നു. ഒരു ദിവസം കാട്ടിൽ വെച്ച് ഒരു യുദ്ധത്തിൽ ഉത്തമനെ ചതിച്ച് കൊല്ലുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഉത്തമന്റെ ശരീരം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടുന്ന് അമ്മ പോകുന്നു. അമ്മ കാട്ടുതീയിൽപ്പെട്ട് അമ്മയും മരിക്കുന്നു. ഈ കഥകളൊക്കെ പറഞ്ഞ് പിന്നെ ധ്രുവനും കാലം കൊണ്ട് മനസ്സിലായി, എൻ്റെ മക്കൾക്ക് രാജാധികാരം ഏൽപ്പിച്ചുകൊണ്ട് ബദരീനാഥിലാണ് ധ്രുവൻ തപസ് ചെയ്യാൻ പോകുന്നത്. അവിടെ നിന്ന് ധ്യാനത്തിൽ അങ്ങനെ മുഴുകി ഭഗവാൻ പാർഷദന്മാരെ പറഞ്ഞയച്ചു എന്നാണ് കഥ. അപ്പം പറഞ്ഞു, എനിക്ക് ഈ ഉന്നതിയൊക്കെ കൈവരിക്കാൻ സാധിച്ചത് അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അമ്മയ്ക്കില്ലാത്ത ഒരു പദവിയും ഒരു സ്ഥാനവും എനിക്ക് വേണ്ട. കുലം പവിത്രം ജനനീ കൃതാർത്ഥ വസുന്ധര പുണ്യവതി. ആ അമ്മയെപ്പോലും തൻ്റെ ജീവിതത്തിൽ ഗുരുവായി വരിച്ചുകൊണ്ട് തനിക്ക് കിട്ടിയിരിക്കുന്ന സകല സൗഭാഗ്യത്തിനും അഭ്യുന്നതിക്കും ശ്രേയസ്സിനും അമ്മയാണ് കാരണം. അതുകൊണ്ട് അമ്മയ്ക്ക് കിട്ടാത്ത അച്ഛനെയല്ല ഓർത്തത്. കാരണം വഴികാട്ടിയായത്, വഴി തെളിയിച്ചത്, പ്രേരണ കൊടുത്തത്, പ്രചോദനം കൊടുത്തത് അമ്മയാണ്. ആ അമ്മയെ ഓർക്കുകയാണ് ധ്രുവൻ. അമ്മയ്ക്ക് കിട്ടാത്തതൊന്നും എനിക്ക് വേണ്ട. കുലം പവിത്രം ജനനീ കൃതാർത്ഥ വസുന്ധര പുണ്യവതി, അങ്ങനെയൊക്കെയാണ് പൂർവികര് പറഞ്ഞു വച്ചിരിക്കുന്നത്. അത്ര ഒരു ധന്യമായ ജീവിതം നയിച്ച അനുഗ്രഹീതനായ ഭഗവാന്റെ പരമഭക്തനായി തീർന്ന ആ ധ്രുവന്റെ ചരിതമാണ് നമ്മൾ കേട്ടത്.